ആദ്യമായിട്ട് പറഞ്ഞിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുന്നു. ഞാൻ നിർബന്ധിച്ച് അങ്ങോട്ട് കൊടുത്തു ഉപയോഗിച്ച് നോക്കും. ഇന്ന് ഉപയോഗിച്ചതിന് ശേഷം ഈ ഒരു 6 വർഷത്തിനുള്ളിൽ ഇതുവരെ വേറെ എണ്ണ ഉപയോഗിച്ചിട്ടില്ല. എന്നുവെച്ചാൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ. എങ്ങനെയുണ്ട്? നല്ലതാണ്. അത്രമാത്രം കണ്ണിലെടുത്ത് ഒഴിക്കുന്നുണ്ട്. ആരെങ്കിലും കണ്ണിലൊക്കെ ഒഴിക്കുന്നു. കണ്ണിലെടുത്ത് ഒഴിച്ച് നിർദ്ദേശം മനസ്സിലാക്കി കണ്ണിൽ ഒഴിച്ചിട്ടുള്ള ആൾക്കാരാണ്. അത്രമാത്രം ശുദ്ധമായ സാധനം. കണ്ണിന് പോലെ ശുദ്ധമായ ഒരു തരത്തിലുള്ള കെമിക്കലും ഇല്ല. അതുപോലെ തന്നെ ഇതിന്റെ അവാർഡ് 5 അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് HACCP എന്ന് പറയും. ഹസാർഡ് അനലിറ്റിക്കൽ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് എന്ന് പറയുന്ന ലോക ഭക്ഷ്യ സുരക്ഷാ ഏജൻസിയുടെ അംഗീകാരമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അറേബ്യൻ നാടുകളിലേക്കൊക്കെ പോയി ഹലാൽ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ള അതിലിപ്പോ യൂറോപ്യൻ യൂണിയന്റെ സർട്ടിഫിക്കറ്റ് ഇതിന് കിട്ടി. അത്രമാത്രം ഗുണമുള്ള ഈ ഒരു എണ്ണ നിങ്ങൾ ഏതെങ്കിലും മാർക്കറ്റിംഗിന്റെ എണ്ണ ഇത്ര അവാർഡുകളോ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഇത്രയും സർട്ടിഫിക്കറ്റ് കൂടാതെ ലേഡീസിന് സ്പെഷ്യലായിട്ട് ഫോളിക് ആസിഡിന്റെ അടിസ്ഥാനം ചേർത്തിട്ടുണ്ട്. ഫോളിക് ആസിഡിന്റെ അപര്യാപ്തം ഇല്ലാതിരിക്കാൻ വേണ്ടി ഫോളിക് ആസിഡ് അഡീഷണൽ വന്നിട്ടുണ്ട്. ഈ ഒരു ക്വാളിറ്റി ഉള്ള എണ്ണയ്ക്ക് മാർക്കറ്റ് 400 കൊടുക്കണം. സാധാരണ ഒരു തവണന്റെ ശുദ്ധമായ തവണ പാചകത്തിന് നിങ്ങൾ വെളിച്ചെണ്ണ കൊണ്ട് ഉപയോഗിക്കുന്ന എല്ലാ പാചകവും ഇത് ഉപയോഗിക്കും. ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. ആരോഗ്യം സംരക്ഷിക്കുന്ന എണ്ണയാണ്. നമുക്ക് ഇന്നത്തെ വെളിച്ചെണ്ണയുടെ വെച്ച് അതിന്റെ പകുതി വരയ്ക്ക് സാധനം ഒന്ന് മേടിച്ച് ഉപയോഗിക്കും. അതുപോലെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ തന്നെ ടെസ്റ്റ് ചെയ്തൊരു സാധനമാണ് ഉപ്പ്. പലയിടത്തും ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവരുടെ അടുക്കളയിൽ നിന്ന് ഉപ്പ് കഴിക്കാൻ ഇവിടെ എന്ന് വെച്ചാൽ ഈ ഉപ്പായിരിക്കുള്ളത്. ഉപ്പെടുത്ത് ഒരു കുപ്പി ഗ്ലാസ്സിലോട്ട് വെള്ളത്തിനകത്തോട്ട് കലക്കി കഴിഞ്ഞാൽ അടിയും ഉപ്പിച്ചിട്ടുമൊക്കെ മണലൊക്കെ ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്നതാണ്. എന്താണ് ഇതിനകത്ത് ചേർത്ത് 2% സിലിക്ക അലൗഡാണ്. ഇത് പറ്റിപ്പിടിക്കാതിരിക്കാൻ ബാഷ്പീകരിച്ച് പോകാതിരിക്കാൻ വേണ്ടി സർക്കാർ അനുവദിച്ചു. പക്ഷെ അതിനേക്കാൾ കൂടുതൽ അളവിലാണ് ഇതിനകത്ത് ഉപ്പിച്ചിരി ചേർത്തേക്കുന്നത്. ഇതാണ് അൾസർ ഉണ്ടാക്കുന്നത്. നമ്മളെ കുടലുകളിൽ പോയി തങ്ങിയിട്ട് അൾസർ ഉണ്ടാക്കിയ ഭാവിയിൽ ക്യാൻസർ ഒക്കെ ആയിട്ട് മാറും. പക്ഷേ ഈ സാധനം നിങ്ങൾ കലക്കി നോക്കി ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാകത്തില്ല. 30 ppm അളവിൽ അയഡിൻ ഇതിനകത്ത് വരുന്നത്. കൂടാതെ ഈ പറഞ്ഞ ഈ തൈറോയിഡ് സംബന്ധമായ സ്ത്രീകൾ അസുഖം കൂടുതൽ. പക്ഷേ അയഡിൻ ഉപ്പ് കഴിക്കാൻ പറയാം. പക്ഷെ അയഡിൻ നമുക്ക് കിട്ടത്തില്ല. കാരണം പണ്ട് കാലത്ത് പറയാം ഉപ്പ് പാത്രം തുറന്നു വെക്കാനെന്ന് പറയുന്നത് അയഡിൻ അന്തരീക്ഷമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ അയഡിൻ നഷ്ടപ്പെട്ടു. പക്ഷെ ഇതിനകത്ത് ഇത്രയും അയഡിൻ ഉള്ളത് കൊണ്ട് ബാഷ്പീകരിച്ച് പോകാനും നമുക്ക് ആവശ്യമുള്ള അയഡിൻ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. സാധാരണ ഉപ്പ് ഉപയോഗിക്കുമ്പോൾ ഇത് ഉപയോഗിക്കരുത്. കാരണം സാധാരണ 2 സ്പൂൺ ഉപയോഗിക്കുന്നത് 1 സ്പൂണേ ഉപയോഗിക്കാറുള്ളൂ. ഇത് 2 സ്പൂൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ കറി കൂട്ടാൻ പറ്റുന്നത് അയഡിന്റെ അംശം കൂടുതലാണ്. ഇത് ടാറ്റയുടെ ബ്രാൻഡിന്റെ 2 പ്രാവശ്യം റിഫൈൻ ചെയ്തിട്ട് ടാറ്റയുടെ മാർക്കറ്റ് വരുന്നത് 45 രൂപയ്ക്ക് മുകളിലാണ്. പക്ഷെ ഇത് 3 പ്രാവശ്യം ശുചീകരിച്ച് വരുന്ന ഈ ഉപ്പിന് അതിന്റെ പകുതി വയ്ക്കാനാണ്. ഒന്ന് മേടിച്ച് ഉപയോഗിക്കുക. നല്ല ഉപയോഗിച്ച ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഈ അർജന്റീനയിലേക്ക് വന്നവരൊക്കെ ആദ്യമായിട്ട് മേടിക്കുന്ന സാധനം സാറൊക്കെ ഇത് മേടിച്ച് ഉപയോഗിച്ച ആൾക്കാരാണ്. അത്രമാത്രം റിസൾട്ട് ഉണ്ട്. സംസാരിക്കുന്ന ഉപ്പാണ്. നമ്മുടെ പ്രോഡക്റ്റുകളെല്ലാം സംസാരിക്കും. അതുപോലെ തന്നെ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഉണ്ട്. ഇപ്പൊ നിങ്ങളെ മല്ലിയുടെ കൃഷി ചെയ്യുന്നവരായിരിക്കും പല വീടുകളിൽ. മഞ്ഞളില്ലാത്ത കണ്ടെടുത്തോ കുട്ടികൾക്കറിയാം എന്തോ കുറുക്കുള്ളത് കൊണ്ടാണ് ക്യാൻസറിനെ തടയുന്നത്. ഇപ്പൊ കോവിഡ് സമയത്ത് മഞ്ഞപ്പൊടിയും കരിനീരവും ഇഞ്ചിയും എല്ലാം ഇട്ട ആൾക്കാർ കലക്കി കുടിക്കാറില്ല. ഇമ്മ്യൂണിറ്റി കൂടെ പ്രതിരോധശേഷി കൂടെ ഏറ്റവും ബെറ്ററാണ്. ഈ കുറുക്കുമാണ് ഈ പവർ കൊടുക്കുന്നത്. പക്ഷേ നമ്മുടെ വീട്ടിൽ മഞ്ഞൾ കൃഷി ചെയ്യാതെ നമ്മളെല്ലാം കുടിക്കുന്നത് പുഴുങ്ങിയാ കുടിക്കുന്നത്. ഈ പുഴുങ്ങുന്ന സമയത്ത് ചൂടാകുമ്പോൾ ഇതിനകത്തുള്ള കുറുക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകും. പിന്നെ കൂടാതെ നമ്മൾ അടുത്ത വീട്ടിൽ മെഷീൻ ചൂടാകുന്നത് കുറുക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ ഇത് രാജസ്ഥാൻ പച്ചമഞ്ഞൾ തങ്ങത്തിട്ട് പൊടിച്ചിട്ട് ചൂടാക്കാത്ത രീതി പൊടിച്ചു കഴിഞ്ഞാൽ പൊടിക്കുമ്പോൾ തന്നെ ഇതിന് സ്മെല്ല് കിട്ടുമ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്നതിനേക്കാൾ പൊടിക്കാണ്. ഞങ്ങളുടെ കോവിഡ് സമയത്ത് ഞങ്ങളുടെ ഒരു വൈദ്യുണ്ട്. അദ്ദേഹം ഈ മഞ്ഞപ്പൊടിയാണ് കൊണ്ട് പുള്ളിയുടെ മരുന്നിനകത്ത് എല്ലാം ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ച ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? എങ്ങനെയുണ്ട്? അഭിപ്രായം പറയുന്നുണ്ടാവും. നമ്മുടെ സാറ് കുറെ പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിച്ചാണ്. അങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. ഈ പറഞ്ഞ പ്രൊഡക്റ്റിനേക്ക് ഉപ്പ് നല്ല ഉപ്പ് തന്നെയാണ്. ഞാൻ
പല സ്ഥലങ്ങളിൽ വില കൂടിയ ഉപ്പിന് വേണ്ടി കടക്കാരോട് പറഞ്ഞിട്ട് പറ്റിയിട്ടുണ്ട്. എങ്കിൽ തന്നെ ഇത്രയും നല്ല ഉപ്പാണെന്ന് പറയാനില്ല. മാത്രമല്ല ഈ ഇരിക്കുന്ന എണ്ണ വളരെ വളരെ നല്ലതാണ്. ഒരിക്കൽ ഉപയോഗിച്ച് എണ്ണ വീണ്ടും ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത് നമുക്ക് കമ്പനി ഓഫർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇറച്ചിയോ മീനോ എന്തെങ്കിലും വറുത്തിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും നമുക്ക് വെച്ച് ഉപയോഗിക്കുവാനായിട്ട് പറ്റും. അതുകൊണ്ട് തേയില തന്നെ ഒരു നേരം ഈ സാധാരണ ഇവിടുത്തെ വർഷങ്ങളോളം എൻ്റെ മാതാപിതാക്കളെ നമ്മളേക്ക് ജനിച്ച് വളർത്തപ്പെട്ടവരാണ്. എങ്കിൽ തന്നെയും ഈ ഭാഗത്ത് ആ തേയില നമ്മൾ ഇടുവാണെങ്കിൽ എപ്പോഴും വാങ്ങിച്ച് വെച്ച് ആ തേയില നമ്മൾ ഉപയോഗിച്ച് നമുക്ക് നിറന്നു പോകും, വെള്ളത്തിന് പോകും. ഇതങ്ങനെയല്ല, വെള്ളത്തിൻ്റെ അടുത്ത് താഴ്ന്നു തന്നെ പോകും. അത് കാരണം തിളപ്പിച്ച ആ തേയില വീണ്ടും വൈകിട്ട് ഞാൻ രാവിലെ തേയില കുടിക്കാറുണ്ട്. കണ്ടുകൊണ്ട് കാപ്പിപ്പൊടി ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ തേയില തന്നെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ തേയില വൈകിട്ടത്തേക്ക് നമുക്ക് ആ വെച്ചിട്ട് വീണ്ടും വെള്ളം മാത്രം ചേർത്താൽ മതി. അതുപോലെ രാവിലെ ഉപയോഗിക്കുന്ന അതേ കടുപ്പവും മറ്റു കാര്യങ്ങളും ഇവർ ആദ്യം പറയുമ്പോൾ ഇതൊക്കെ പരീക്ഷിക്കാൻ വേണ്ടി എല്ലാം ഞാൻ ചെയ്തതാണ്. സത്യമാണ്, അല്ലാതെ ഈ ഞാൻ അറിയുന്നതായ നല്ല കാര്യം തന്നെയാണ് വീണ്ടും പറയുന്നത്. അതായത് നുണയോ മറ്റു കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാറുണ്ട് അവർ പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. എന്തായാലും ഒത്തിരി പ്രൊഡക്റ്റ് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ സാറ് പറഞ്ഞു. അതായത് വീണ്ടും ചൂടാക്കാൻ പറഞ്ഞു. വെളിച്ചെണ്ണ നല്ലതാണ്, പക്ഷെ വെളിച്ചെണ്ണ 100 ഡിഗ്രിക്ക് മുകളിൽ ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണയ്ക്കകത്ത് ട്രാൻസ്ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞ കെമിക്കൽ ഉണ്ടാവും. അത് ശരീരത്തിന് ദോഷം ചെയ്യും. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നതൊക്കെ ഈ ട്രാൻസ്ഫാറ്റി ആസിഡാണ്. പക്ഷേ പച്ച വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് നല്ലതാണ്. പണ്ട് കാലത്ത് പച്ച വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ബെറ്ററാണ്. പല ആന്റിബയോട്ടിക്സും പച്ച വെളിച്ചെണ്ണയ്ക്കകത്തുണ്ട്. പക്ഷേ വെളിച്ചെണ്ണ ചൂടാക്കി അതിനെ വിഷമാക്കി മാറ്റിയത് കൊണ്ടാണ് നമ്മുടെ രോഗികളായി. ഒത്തിരി കാര്യങ്ങളൊക്കെ ഇതൊക്കെ പറയാനുണ്ട്, പക്ഷേ എല്ലാം പറയാനുള്ള സമയമില്ല. അതുകൊണ്ട് ഞാൻ അതേപോലെ തന്നെ നമ്മുടെ ഡിഷ് വാഷ്, നമ്മൾ പാത്രം കഴുകാൻ വേണ്ടി ഒത്തിരി ബ്രാൻഡുകളുണ്ട്. വിമ്മും പ്രില്ലും എൻഗോയൊക്കെ പല ബ്രാൻഡും ഒത്തിരിയുണ്ട്. ഈ പാത്രങ്ങളൊക്കെ നമ്മൾ അത് കഴിയതിന് ശേഷം സ്റ്റീൽ പാത്രമാണെന്നുണ്ടെങ്കിൽ വിരൽ കൊണ്ട് വരയ്ക്കാൻ വെളുത്ത കൂടി നമ്മുടെ കയ്യിൽ പറ്റുന്ന സൈക്ലോസാൻ എന്ന് പറഞ്ഞ കെമിക്കലാണ്. ഈ കെമിക്കല് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് നമ്മൾ കഴിയുമ്പോൾ ഈ സൈക്ലോസാൻ നമ്മുടെ ഉള്ളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴുകാതെ അത്രയും പ്രശ്നമില്ല. പക്ഷെ ഈ വിഷം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് നമ്മൾ രോഗിയാണ്. പക്ഷെ നമ്മുടെ ഒരു വിശ്വാസമുണ്ട്, ഇതിനകത്ത് നാരങ്ങയാണ് മെയിൻ എസൻസ്. ഈ പറഞ്ഞ സൈക്ലോസാൻ പറഞ്ഞ കെമിക്കൽ ഇല്ലാത്തതുകൊണ്ട് ദോഷമില്ല. ഇനി ഈ പാത്രത്തിൽ ഇരുന്നത് പറഞ്ഞ് നമ്മുടെ ശരീരത്തിന് ദോഷം ഉണ്ടാകില്ല. ആദ്യം പറഞ്ഞ ആസിഡിന്റെ ലക്ഷ്യം ആരോഗ്യമാണ്. ആരോഗ്യത്തിന് മോശമാക്കുന്ന ഒരു കണ്ടന്റുകളും നമ്മുടെ ഒരു പ്രൊഡക്റ്റും അടങ്ങിയിട്ടില്ല. അതേപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു സാധനമാണ് ഇത്. കഴിക്കുന്ന സാധനം അല്ലെങ്കിൽ നമുക്ക് പറയണം. കാരണം നമ്മൾ ടോയ്ലറ്റ് കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഏറ്റവും കൂടുതൽ ഹാർപ്പിക്കാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഈ ഹാർപ്പിക്ക് വന്നേ പിന്നെയാണ് ഇത്രയും മാലിന്യ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ആരോഗ്യവകുപ്പ് തന്നെ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പരാതികളൊക്കെ മാലിന്യമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്കൊക്കെ അറിയാം. അപ്പുറത്തെ അവരുടെ മാലിന്യം പുറത്തെറിഞ്ഞു, അല്ലെ എപ്പോഴും നമ്മുടെ വീട് വൃത്തിയാകാൻ വേണ്ടി ഇപ്പോഴത്തെ മാലിന്യം എടുത്ത് റോഡിലേക്ക് എറിഞ്ഞു, കക്കൂസ് മാലിന്യം കൊണ്ട് കണ്ടെത്തി തള്ളിയാലും റോഡിൽ തള്ളി പറഞ്ഞ ഒത്തിരി പ്രശ്നമാണ്. യഥാർത്ഥ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഹാർപ്പിക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് മേശന്മാരൊക്കെ വീട് പണിയുന്ന സമയത്ത് അവർ പറയുമ്പോൾ നിങ്ങൾ സെപ്റ്റിക്കാരൻ പണിത് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ടാങ്ക് അറിയില്ല എന്ന് പറയും. പക്ഷേ ഒരു 5 or 10 കൊല്ലത്തിനുള്ളിൽ നമ്മുടെയൊക്കെ വീട്ടിലെ ടാങ്ക് നിറയും. എന്തുകൊണ്ട്? പണ്ടത്രയും ആൾക്കാർ നമ്മുടെ വീടുകളിലില്ല, കുറച്ച് ആൾക്കാർ അതൊക്കെ അറിയുന്നത് കൊണ്ടാണ്. നമ്മൾ ഹാർപ്പിക്ക് വെച്ച് ടോയ്ലറ്റ് കഴിയുന്ന സമയത്ത് ഇതെല്ലാം കൂടെ ചെന്ന് ടാങ്കിനകത്ത് കാണിക്കും. ടാങ്കിലുള്ള നല്ല ബാക്ടീരിയ, ഫ്രണ്ട്ലി ബാക്ടീരിയ മൊത്തം കൊല്ലും. ബാക്ടീരിയ നശിച്ചാൽ സമയത്ത് ദ്രവിക്കത്തില്ല, ഇതിനകത്ത് കിടന്ന് നടന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ ചെയ്യുന്ന ഈ ഒരു സാധനം വെച്ചാൽ ബാക്ടീരിയ വളർത്തും. അതുകൊണ്ട് ടാങ്ക് പെട്ടെന്ന് ക്വാറന്റി വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ലേഡീസ് ഒക്കെ പറയുന്ന വീട്ടിലെ ഓട്ടുകളൊക്കെ വൃത്തിയാക്കി ഇതുകൊണ്ട് നല്ലതാണ്. ഇത് കൊണ്ടുപോയിട്ട് അവര് പരീക്ഷണം ചെയ്ത് അവര് പറഞ്ഞില്ല. എന്നിട്ട് പല ആൾക്കാരും വന്ന് ചോദിക്കുന്നത് ഓട്ടുകളൊക്കെ വൃത്തിയാക്കുന്ന ഇപ്പോഴൊന്നും കിട്ടുന്നു ഈ സാധനത്തിന് അവർ പറയുന്നത്. പക്ഷെ ഹാർപ്പിലെടുത്ത് ഓട്ടുകളൊക്കെ വൃത്തിയാക്കാൻ കയ്യിലെടുത്താൽ നമ്മുടെ കയ്യും പോകും, ആ ഓട്ടുകളൊക്കെ പോകും. ഇൻകേസ് ഹാർപ്പിന്റെ താഴെ വീണത് തലയുടെ കളറ് തന്നെ മാറുന്നതാണ്. അത്രമാത്രം കെമിക്കലാണ്. ആ സ്ഥാനത്ത് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പ്രകൃതിക്ക് ദോഷമില്ല. ഇത് കഴിയുമ്പോൾ നമ്മുടെ കൈക്കോ ശരീരത്തിന് ദോഷമില്ല. അതുപോലെ തന്നെ അവിടെ ചെടിക്ക് ദോഷമില്ല. എല്ലാം ഇതിനും ആരോഗ്യം കൊടുക്കുന്ന ഒരു സ്ഥാനമാണ്. എല്ലാവരും സമയത്ത് എല്ലാവരും ഇത് ശുദ്ധമായ കായമാണ്. ഇത് മാർക്കറ്റിൽ കായം കിട്ടുന്നുണ്ട്. ഇത് മണപ്പിക്കാൻ ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ഇത് റിസൾട്ട് ആണ്. ഇന്നത്തെ കായം എന്ന് പറഞ്ഞാൽ കറയാണ്. കറ മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ആ കറയോടൊപ്പം തന്നെ മാർക്കറ്റിൽ വരുന്നതിനകത്ത് ചേർക്കുന്ന മൈദായ. പക്ഷേ ഇതിനകത്ത് വരുന്ന ചേർക്കുന്ന സാധനം മുളപ്പിച്ച
മുളപ്പിച്ച ഗോതമ്പൊടിയാണ്. അങ്ങനെ പോലും കഴിക്കും. ഈ മുളപ്പിച്ച ഗോതമ്പൊടിയാണ് ഇത് അഡീഷണൽ വരുന്നത്. ഇത് ശരീരത്തിന് നല്ല ടേസ്റ്റ്, കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്. 10 രൂപയുടെ തന്നെ ബാറാണ്, 10 രൂപയെ വരെയുള്ളൂ. ഈ സാധനങ്ങൾ ഇന്ന് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രസ്ഥാനങ്ങൾ, പക്ഷെ അവരുടെ പ്രോഡക്റ്റിനൊക്കെ ഭയങ്കര വിലയാണ്. അവർക്ക് ഈ ഉപ്പൊന്നും അവർക്ക് കാണത്തില്ല, അവർക്ക് ഈ 10 രൂപയുടെ സോപ്പൊന്നും കാണത്തില്ല. അവർക്ക് 100 രൂപയൊക്കെ 10 രൂപ വരെയുള്ളത് 100 രൂപ 150 ആക്കിയിട്ട് അതിന്റെ ലീഡർമാരുടെ വീതിച്ചെടുക്കുകയും പൈസ ഉണ്ടാക്കുന്ന സിസ്റ്റമാണ്. ഇവിടെ മാർക്കറ്റ് വിലയേക്കാൾ വില കുറച്ച് കൊടുത്തുകൊണ്ട് ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് ഇതിന്റെ ഒരു വിഹിതം നമുക്ക് തന്നെ, നമ്മളെ മേടിച്ച് പാത്രം കഴിയുമ്പോൾ ഇതിന്റെ വിഹിതം നമുക്ക് തന്നെ തന്നുകൊണ്ട് ഇരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. എന്തായാലും ഇത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ നിങ്ങൾ എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കാനുള്ള ഒരു അവസരത്തോടെ നോക്കി. എന്തായാലും ഇനി നമ്മൾ കൂടുതൽ ഇതിൽ ഇനി ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്. എന്തായാലും നമ്മുടെ അക്ഷയ് സാർ ഈ ഒരു പ്രസ്ഥാനത്തിൽ നടന്നു വന്നിട്ട് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വരുമാനം വാങ്ങിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് നമ്മുടെ കൂടെ ഇപ്പം നിലവിലുള്ള അക്ഷയ് സാർ. സാറിനെ കുറച്ച് വാക്കുകൾ കേട്ടുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാം. എന്തായാലും ഇതിനൊരു അവസരം നിങ്ങൾ ഇവിടെ തന്നത്, ഇവിടുത്തെ ഈ പ്രോഗ്രാം, ഈ ഒരു പദ്ധതി, ഇവിടെ ഒരു ഷോപ്പ് തുടങ്ങാൻ താല്പര്യം കാണിച്ചതിന് ഏറ്റവും നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഇതിന് വളർന്ന് വലുതായി ഈ വാഗമണിൽ വലിയൊരു മാൾ തന്നെ വർദ്ധയെന്ന് ആശംസിക്കുകയാണ്. എല്ലാവരും സഹായിക്കും. ഇപ്പം നിങ്ങൾ ഇത്രയും പേരാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഇവിടെ ഒരു വലിയൊരു കട തന്നെ കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ വിചാരിക്കുമോ? നിങ്ങൾ മേടിച്ച് ഉപയോഗിക്കുക. സത്യമാണെങ്കിൽ മാത്രം നിങ്ങൾ പ്രചരിപ്പിച്ചാൽ മതി, കള്ളമാണെങ്കിൽ പ്രചരിപ്പിക്കുക. അതുകൊണ്ട് നിർത്തുക. നമ്മുടെ ജീവിത ചെലവ് കുറയ്ക്കാം, വരുമാനം വർദ്ധിപ്പിക്കാം, ആരോഗ്യം വർദ്ധിപ്പിക്കാം. ഇതാണ് നമുക്ക് ഇന്നത്തെ നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ. ഈ വിഷയങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന പ്രസ്ഥാനമാണ്. എന്തായാലും ഞാൻ എന്റെ മൈക്ക് അക്ഷയ് സാർ കൈമാറുകയാണ്. നമസ്കാരം. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. സാറ് പറഞ്ഞ പോലെ എല്ലാം കേട്ട് നമുക്ക് മനസ്സിലാക്കി നമുക്ക് ഇപ്പോൾ പോകാൻ പറ്റില്ല. കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രൊഡക്റ്റുകളെ കുറിച്ച് പറയുമ്പോഴും ഞങ്ങളുടെ ഭാഷ പറഞ്ഞാൽ ജീവനുള്ള ഉൽപ്പന്നങ്ങൾ പറയുമ്പോൾ ഞാൻ യൂസിലേക്ക് വന്നിട്ട് ഏകദേശം 7 വർഷമായി. പ്രൊഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് 16-17 വർഷത്തോളം ആയിട്ടുണ്ട്. 10 വർഷങ്ങൾക്ക് മുന്നെയാണ് ഇതിനൊരു സീരിയസ് ബിസിനസ് ആയിട്ട് ആലപ്പുഴ ജില്ലയിൽ ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് പറയാനുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഏകദേശം 16,000-ലധികം കുടുംബങ്ങൾ ഈ ബിസിനസ്സായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാവരും ബിസിനസ് ചെയ്യുന്നവരല്ല, കൂടുതലും പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഓരോ വ്യക്തികൾക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന സമയത്ത്, ഇപ്പോൾ പല്ലുവേദന ഇല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ച് പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഒരു നോർമൽ പേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ സാറ് പറഞ്ഞ ഈ ഒരു പരിചയപ്പെടുത്തിയ ഒരു പേസ്റ്റ് ഒരുപാട് ആൾക്കാർക്ക് പല്ല് സംബന്ധമായ പ്രശ്നങ്ങൾ മാറാൻ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല്ല് വർഷമില്ലാത്തൊരു സമയത്ത് നോർമൽ പേസ്റ്റ് ഉപയോഗിക്കുന്നവരായിരിക്കും. പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് ഇതേപോലെ ഈ പറഞ്ഞ പല ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ധാരാളം റിസൾട്ടുകൾ കിട്ടുന്നുണ്ട്. അകത്തെടുക്കുന്ന ആൾക്കാർ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? അകത്തേക്ക് ഒന്നും കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ പ്രൊഡക്റ്റുകൾ ഒരുപാടുണ്ട്. കുറച്ച് നമ്മൾ കേട്ടു, ഇനി ഒരുപാട് കേൾക്കാനുണ്ട്. കുറച്ച് ഉൽപ്പന്നങ്ങൾ കേട്ടു, കുറച്ചും കൂടെ പരിചയപ്പെടാം. ഒരുപാട് സംസാരിച്ച് ഞാൻ പോകുന്നില്ല. ഇപ്പൊ നമ്മള് ഈ പറഞ്ഞ കുറെ കാര്യങ്ങൾ, ഇപ്പൊ ഓരോ ഉൽപ്പന്നങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ട സമയത്തും നമ്മൾ ബിസിനസ് ആയിട്ട് ഇതിനെക്കുറിച്ച് മാത്രമല്ല, നമ്മൾ നിലവിൽ നിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങളോട് എത്രത്തോളം ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നുള്ളത് മനസ്സിലാക്കി തന്നുകൊണ്ടാണ് നമ്മളിലേക്ക് ഒരു മാറ്റം നിങ്ങളെ ആഗ്രഹിക്കുന്നെങ്കിൽ കൂടുതൽ നമ്മൾ പറഞ്ഞു സംസാരിച്ചത്. ഇവിടെ ഒരു പേസ്റ്റ് മാറുമ്പോൾ പോലും അല്ലെങ്കിൽ ഒരു ആട്ടയോ ഓയിലോ ഒക്കെ മാറുമ്പോഴും നമുക്ക് ഒരുപാട് ചെലവ് നമ്മുടെ വീട്ടിൽ കുറയുകയാണ്. ഇപ്പൊ ഇതൊരു സോപ്പാണ്, ഇതേപോലെ ഏകദേശം 13 സോപ്പുകളുണ്ട്. മാർക്കറ്റിൽ ഒരുപാട് ബ്രാൻഡുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. നേരത്തെ നമ്മൾ ഇതിലേക്കാന്ന് പറഞ്ഞ ബ്രാൻഡ്, ഒത്തിരി ബ്രാൻഡുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഇതുവരെ നിങ്ങൾ ഇതുവരെയും കാണാത്ത ഒരു 5 തരം സോപ്പ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കേൾക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടോ അല്ലേ? ചായ കൊടുക്കുന്നുണ്ടോ? ചായ കൊടുത്തേ.